മോദി ഇപ്പോൾ വീഴും, പാറ്റകൾ സമരം തുടങ്ങി എന്നൊക്കെ അറിഞ്ഞിട്ട് ലഡാക്കിൽ നിന്ന് വണ്ടി പിടിച്ച് വന്ന, വിമാനം പിടിച്ച് വന്ന സോനം വാങ്ചുങ് പണി വാങ്ങിച്ചു കൂട്ടി. 19 ദിവസമായി ആശാൻ പട്ടിണിയാണ്, നിരാഹാരം ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു പട്ടി പോലുമില്ല. കഷ്ടിച്ച് 100 പേർ ജന്തർ മന്ദറിൽ സമരമിരുന്ന് പാറ്റകൾ അങ്ങനെ സമരമിരിക്കുമ്പോൾ ഈ രാജ്യം ഇളകും. ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിന് ആളുകൾ ഇളകി വരും. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും സമരം വ്യാപിക്കും. അങ്ങനെ നരേന്ദ്രമോദി വീഴുമെന്നൊക്കെ കരുതിയിട്ടാണ് ഈ സോനം വാങ്ചുക് എന്ന് പറയുന്ന വിദ്വാൻ ലഡാക്കിൽ നിന്ന് ജന്തർ മന്ദറിൽ വന്ന് കിടക്ക വിരിച്ച് കിടപ്പ് തുടങ്ങിയിട്ട് 19 ദിവസമായി. എണീറ്റ് പോവാതെ നിവർത്തിയില്ല. പെട്ടു. ഇങ്ങനെയൊന്നും കഴിഞ്ഞതല്ല. വന്നിറങ്ങിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. ചൂട് സഹിക്കാൻ വയ്യാതെ ആ പന്തലിൽ ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഓടി 5 സ്റ്റാർ ഹോട്ടലിൽ പോയി. പിന്നെ സമരമല്ലേ, സമരമാകുമ്പോൾ നിരാഹാരം ഇരിക്കും എന്ന് പറഞ്ഞ് ആശാൻ ഓടി വന്ന് നിരാഹാരം ഇരുന്നു. അദ്ദേഹത്തിന് അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ജൂലൈ മാസം ആദ്യം നരേന്ദ്രമോദി മന്ത്രിസഭാ പുനഃസംഘടന നടത്തും. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റും. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ സമരം നടത്തിയിട്ട് ഞാൻ നിരാഹാരം കിടന്നിട്ട് മോദി വിറച്ചുപോയി, അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി എന്നൊക്കെ പറഞ്ഞ് വേണ്ടി നടിക്കാം എന്നായിരുന്നു ഈ സോനം വാങ്ചുക് കരുതിയത്. ഇയാൾ ഒരു ചുക്കുമല്ല എന്ന് ഡൽഹി പോലീസും കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും BJP-യും തീരുമാനിച്ചു. ഈ സമരം പെട്ട് കിടക്കുകയാണ്, പട്ടിണി കിടക്കുകയാണ് ഈ പാവത്താൻ. പക്ഷേ സമരം നടക്കുന്ന ആ സ്ഥലത്ത് കഷ്ടിച്ച് 100 പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ വേറൊരു കാഴ്ച നടക്കുന്നുണ്ട്. അവിടെ ഇന്നലെ മുതൽ അൺലിമിറ്റഡ് ആയിട്ട് ഭക്ഷണം വിതരണം ചെയ്യണം. 5 നേരം ഭക്ഷണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം. നിങ്ങൾക്ക് പാക്കറ്റിൽ അടച്ച ഫ്രൂട്ട് ജ്യൂസുകൾ കിട്ടും, വിവിധ തരത്തിലുള്ള ഭക്ഷണം കിട്ടും. ബിരിയാണി വേണോ, കുഴിമന്തി വേണോ, എല്ലാം കിട്ടും. ആശാന്മാർ ചെറുപ്പക്കാർ ആ വഴിക്ക് വരുന്നു. വഴിയാത്രക്കാർക്കൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലമായി. അവർ വന്ന് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പാവത്താൻ ആ സ്റ്റേജിൽ 19 ദിവസമായിട്ട് വെള്ളം മാത്രം കുടിച്ചവിടെ കിടപ്പുണ്ട്, സോനം വാങ്ചുക്. ഇതൊക്കെ തുറക്കുമ്പോൾ ഇതിൻ്റെ മസാലക്കൂട്ടിൻ്റെയും ഇതിലെ നോൺ വെജ് വിഭവങ്ങളുടെയൊക്കെ മണം അടിക്കുമ്പോൾ ഈ സോനം വാങ്ചുക് എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കും? അദ്ദേഹം ഒരു പണി ചെയ്തു. അദ്ദേഹം ഒരു വക്കീലിനെ പറഞ്ഞു വിട്ടു, രാകേഷ് കുമാർ സൈനി എന്ന് പറയുന്ന ആൾ ഒരു അഭിഭാഷകനാണ്. സോനം വാങ്ചുക്കിൻ്റെ ജീവൻ രക്ഷിക്കണം, അദ്ദേഹം മരണത്തോട് മല്ലടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഡൽഹി ഹൈക്കോടതി കൊണ്ടൊരു കേസ് കൊടുത്തു. ഒരു രഹസ്യമുണ്ട് കേട്ടോ, ഈ രാകേഷ് കുമാർ സൈനി എന്ന് പറയുന്ന ആൾ സോനം വാങ്ചുക്കിൻ്റെ വക്കീലാണ്. സോനം വാങ്ചുക്കിന് അവിടെ ലഡാക്കിലൊരു NGO ഉണ്ടായിരുന്നു, വിദേശ ധനസഹായമൊക്കെ കിട്ടുമായിരുന്നു. FCRA നിയമപ്രകാരം അതിൻ്റെ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നും പറഞ്ഞ് കേന്ദ്രം അതിൻ്റെ ലൈസൻസ് അങ്ങ് പൂട്ടി. അതിനുവേണ്ടി സോനം വാങ്ചുക്കിന് വേണ്ടി കേസ് കൊടുക്കുന്ന ആളാണ് രാകേഷ് കുമാർ സൈനി. അപ്പോൾ രാകേഷ് കുമാർ സൈനിക്ക് ഈ ആശാനോടെ കിടന്ന് പട്ടിണി കിടന്ന് ചത്തുപോകുന്നു. അതിലൊക്കെ ഉപരി ഈ മനസാക്ഷി ഇല്ലാത്ത പാറ്റാക്കൂട്ടങ്ങൾ ഇയാൾ പട്ടിണി കിടക്കുമ്പോൾ ഇയാളുടെ മുന്നിലിരുന്ന് ബിരിയാണിയും കുഴിമന്തിയും തിന്നാവോ? ഇതിൻ്റെ മണമടിച്ച് ഈ കൺട്രോൾ പോകത്തില്ലേ? അതുകൊണ്ട് വക്കീല് ഒരു കാര്യം ചെയ്യും, കോടതി കൊണ്ടൊരു പെറ്റീഷൻ കൊടുത്തിട്ട് എൻ്റെ ജീവൻ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഉടൻ ഇടപെടണം എന്നാവശ്യപ്പെട്ട് പെറ്റീഷൻ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഹർജി ഡൽഹി ഹൈക്കോടതി വന്നു. ഡൽഹി ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അത് കുഴപ്പമൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ഹെൽത്തൊക്കെ ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഡോക്ടർമാർ വന്ന് പരിശോധിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, കുറച്ച് ദിവസം കൂടെ അവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞു. അതും പോയി, അതും പൊളിഞ്ഞു. ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന വിദ്വാനുണ്ടല്ലോ, അമേരിക്കയിൽ നിന്ന് പറന്നു വന്ന് മോദി സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടി ഇറങ്ങിയ ആൾ, അദ്ദേഹത്തിൻ്റെ പൊടി പോലും കണ്ടുപിടിക്കാനില്ല. സമരം പൊളിഞ്ഞു, ആളില്ല. കേരള മാപ്രകളാണ് ഈ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന 19 പേരിൽ പകുതിയും. കാരണം ഇവിടുത്തെ ചാനലുകാരെല്ലാം കൂടെ ഇപ്പോൾ പാറ്റാക്കൂട്ടം ഇളകി വരുന്നു, മോദി ഇപ്പോൾ രാജിവെക്കും എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിച്ചു. അവരും സ്ഥലം വിട്ട് കുറേ ദിവസം ഫുഡൊക്കെ അടിച്ചു. പിന്നെ എത്ര നേരം എന്നും പറഞ്ഞാൽ ഇരിക്കുന്നത്. ഇവരുടെ പ്രതീക്ഷ ഈ സമരം അങ്ങ് തുടങ്ങുമ്പോൾ 10,000-കണക്കിന് ആളുകൾ വരും, ജന്തർ മന്ദിർ സ്തംഭിപ്പിക്കാം എന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ ഒന്നും നടന്നില്ല. ഡൽഹി പോലീസ് നിങ്ങൾ ഒന്ന് സമരം ചെയ്തോ, അവിടെ അവിടെ ഇരുന്നോ, ഓ തിരിഞ്ഞു നോക്കിയില്ല, ഒരു പട്ടി മൈൻഡ് ചെയ്യാതിരുന്നു. ബലം പ്രയോഗിക്കും, അറസ്റ്റ് ചെയ്യും, ഉടനെ ആസാദി വിളിക്കാം എന്നൊക്കെ കരുതി കുറേ SFIക്കാരും വന്നത്. അവർ 2-3 ദിവസം വന്ന് ചെണ്ട കൂട്ടിയിട്ട് അവർ പോയി. JNUവിലെ പിള്ളേരെ, ഐസക്കാരും SFIക്കാരും. അതെല്ലാം കഴിഞ്ഞിട്ട് സോനം വാങ്ചുക്ക് വന്ന് കിടന്നു, എന്നിട്ടും ആൾ വന്നില്ല. അഭിജിത്ത് ദിപ്കെ അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് രാത്രി ചില എൻ്റർടൈൻമെൻറ്റുകൾ നടത്താം എന്ന് പറഞ്ഞ്, നിങ്ങൾ കണ്ടു കാണും ആ വീഡിയോ ഒക്കെ, ഇൻസ്റ്റയിലും എക്സിലും ഒക്കെ വൈറലായിരുന്നു. രാത്രിയിൽ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സൗഹൃദം ഊട്ടി ഉറപ്പിക്കാൻ പരസ്പരം ചുംബിക്കുക, കാണുന്നവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുംബിക്കായിരുന്നു.
ഇങ്ങനെ ചുമ്മനമുണ്ട് എന്ന് കാണിച്ച് അതിൻ്റെ വീഡിയോയും റീൽസും ഒക്കെ വിട്ടു. എന്നിട്ടും അധികം പേരൊന്നും വന്നില്ല. അവിടെ ഇരിക്കുന്ന പലരെയും കണ്ടാൽ ചുംബിക്കാൻ തോന്നിയിട്ട് ആ പഞ്ചായത്ത് നിൽക്കാൻ തോന്നാത്ത പ്രകൃതിയിലുള്ള കുറേ ആളുകളാണ് അവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ചുംബിക്കണമെങ്കിൽ ഇവിടെ പോയി ചുംബിക്കേണ്ട കാര്യമുണ്ടോ എന്ന് കരുതി ജനം ആ ഭാഗത്തേക്കും ജനം വന്നില്ല. ചുംബനം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 5 കോഴ്സ് ഡിന്നറാണ്. ഇഷ്ടം പോലെ ഭക്ഷണം, 5 നേരം ഭക്ഷണം. 5 നേരം ഞാൻ ആലോചിച്ച് നോക്കിയ, ഇപ്പോൾ രാവിലെ, പിന്നെ 11 മണി, പിന്നെ ഉച്ച, പിന്നെ ഒരു 4 മണി, പിന്നെ പിന്നെ ഒരു 8 മണി. അപ്പം 5 നേരമാകും. 5 നേരം ഭക്ഷണം. എവിടുന്നാ അപ്പം കാശ്? കാശ് ഉറപ്പാണ് സോറോസിൻ്റെ ഫണ്ടല്ലേ. പക്ഷേ സോറോസ് ഇപ്പോൾ ഇവന്മാരെ പ്രാകുന്നുണ്ട്. പണ്ടാറക്കാലന്മാർ മുടിഞ്ഞു പോകുമെന്ന് പറയും. കാരണം എന്നറിയോ? കാശിറക്കിയിട്ട് വല്ല ഫലമുണ്ടോ? എല്ലാ പരിപാടിയും നോക്കി അവസാനം ഭക്ഷണം കൊടുക്കാം എന്ന് പറഞ്ഞ് ഇപ്പോൾ ആളുകളെ വിളിക്കുകയാണ്. അവസാനം ഇതിനിടയ്ക്ക് അഭിജിത്ത് ദീപിക നിലവിളിച്ച നിലവിളി ഓർക്കുന്നില്ലേ? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ അയക്കൂ, സമരത്തിന് അയക്കൂ എന്നൊക്കെ പറഞ്ഞു. മാതാപിതാക്കൾക്കറിയാം മക്കളെ വളർത്തുന്നതിൻ്റെ കെടുതി. എന്ത് പാടുപെട്ട പിള്ളേരെ വളർത്തുന്നറിയാം. അവിടെ പോയി സമരം ചെയ്ത് ഇവരൊക്കെ പറയുന്നത് കേട്ട് പോലീസിനെ കല്ലെറിഞ്ഞ് ബിയർ കുപ്പി എറിഞ്ഞ് അക്രമം ഉണ്ടാക്കിയ പിള്ളേരുടെ മുതുക് കീറും. ലഡാക്കിൽ ഈ പറഞ്ഞ ഈ മുതുക്കൻ സോനം വാങ്ചുക്ക് പോയി പിള്ളേരെ വിളിച്ച് സമരം നടത്തി ആക്രമിക്കടാ, തകർക്കടാ, പൊളിച്ചെടുക്കടാ എന്നൊക്കെ പറഞ്ഞു ഇയാൾ ആഹ്വാനം ചെയ്തു. പിള്ളേർ പോയി പൊളിച്ചെടുക്കി. അവസാനം ലഡാക്ക് പോലീസ് വെടിവെച്ച് 5 എണ്ണം ചത്തുപോയി. അതോടെ സമരവും തീർന്നു, എല്ലാം തീർന്നു. ലഡാക്കിലെ കുട്ടികളെ ജൻസിയെ കൊലയ്ക്ക് കൊടുത്ത കാലനാണ് അവിടെ പട്ടിണി കിടക്കുന്നത്. അത് കൃത്യമായിട്ട് ഇവൻ പട്ടിണി കിടന്ന് അവിടെ കിടന്ന് അനുഭവിക്കട്ടെ എന്ന്. ഇവൻ ചാവൂല്ല എന്ന് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഡോക്ടർമാരെ വിട്ട് പരിശോധിക്കുന്നുണ്ട്. അവിടെ കിടക്കട്ടെ, അവൻ്റെ വയറ് ഇങ്ങനെ ഒട്ടി നട്ടലിനോട് ചേർന്ന് അങ്ങ് ഒട്ടിപ്പിടിക്കട്ടെ എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇതാണ് പണി. അവിടെ കിടക്കും, ആരും നോക്കാനില്ല. എന്നിട്ട് ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ വൈറ്റമിൻ ഗുളിക കഴിച്ചാലും നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ കിട്ടും. പക്ഷേ ഫിസിക്കൽ നീഡ്, അതായത് ശരീരത്തിൻ്റെ ആവശ്യമായ വിശപ്പ് പിന്നെ നിൽക്കും. ഇതാണിപ്പോൾ സോനം വാങ്ചുക്ക് അനുഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് സിരകളിലൂടെ മറ്റേ സാധനമൊക്കെ കയറ്റി കൊടുക്കും, വെള്ളം കൊടുക്കും, പക്ഷേ കഴിക്കാൻ ഞം വെക്കാനൊന്നും കിട്ടുന്നില്ല. ഒരു രക്ഷ, എരിപൊരി സഞ്ചാരമാണ്. കാരണം ഇപ്പോൾ രാത്രിയും വല്ലതും കഴിക്കാൻ പറ്റുമോ? പണ്ടൊക്കെ സത്യാഗ്രഹം ഇരിക്കുന്ന ആളുകൾ വലിയ നീളമുള്ള പഴയ കാലത്തെ ടോർച്ചുകൾ കൊണ്ടുപോയിരുന്നു, അതിനകത്ത് എത്തപ്പഴമായിരുന്നു. ഇപ്പോൾ അതും പറ്റത്തില്ല. കാരണം അവിടെ പോലീസിൻ്റെ നിരീക്ഷണ ക്യാമറകളുണ്ട്. കാരണം ഇവരവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുന്നുണ്ടോ എന്നറിയാൻ പോലീസിൻ്റെ നിരീക്ഷണ ക്യാമറകൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ മുന്നിലിരുന്ന് വല്ല ഏത്തപ്പഴോ വല്ലതും മേടിച്ചടിച്ചാൽ അത് റീലായിട്ട് പുറത്തു വരും എന്ന് പറയുന്നത് അതും വയ്യ. സോനം വാങ്ചുക്ക് പെട്ടു. അഭിജിത്ത് ദീപിക 5 നേരം ഭക്ഷണം അടിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഡൽഹിയിലെ സമരത്തിൻ്റെ അവസ്ഥ. ഏതായാലും ഒരു കാര്യം, ഇന്നിപ്പോൾ ഉണ്ടായ ഒരു പുതിയൊരു വിവരം, ഒരുത്തൻ വന്ന് പ്രസംഗിക്കുകയാണ്, നമ്മൾ മഹാത്മാഗാന്ധിയുടെ രീതിയൊക്കെ മാറ്റണം, 20-ാം തീയതി നമ്മൾ പാർലമെൻറ്റിലേക്ക് മാർച്ച് ചെയ്യും, അപ്പോൾ നോൺ വയലൻസ് ഒക്കെ കളഞ്ഞിട്ട്, അഹിംസയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഹിംസയുടെ മാർഗത്തിലേക്ക് മാറണം. കിട്ടിയതൊന്നും പോരാ, വാങ്ങിച്ചേ അടങ്ങൂ എന്ന് വാശി പിടിക്കുകയാണെങ്കിൽ ചെന്ന് കയറി മേടിക്കട്ടെ എന്ന് പറയാനേ നമുക്ക് നേരമുള്ളൂ. ഇവിടെ അഭിജിത്ത് ദീപികയ്ക്കും സോനം വാങ്ചുക്കിനും ഒക്കെ പറ്റിയ പെശക് എന്താണെന്നറിയോ? നീറ്റ് പരീക്ഷാ ചോർച്ച, CBSE പരീക്ഷ റിസൾട്ടിൻ്റെ കുഴപ്പങ്ങൾ വലിയ പ്രശ്നങ്ങളാണ്. അതിന് സർക്കാരിനെ വിമർശിച്ച് ഞാനും സംസാരിച്ചിട്ടുണ്ട്. കാരണം അതങ്ങനെയാണ്, ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന, അടുത്ത തലമുറയെ ബാധിക്കുന്ന പ്രശ്നമാണ്. പക്ഷേ അതൊരു താൽക്കാലിക പ്രതിഭാസമായിരുന്നു എന്ന് തിരിച്ചറിയാൻ ഇവർ മറന്നുപോയി. കാരണം ആ പരീക്ഷ മുടങ്ങി, അതിലെ നീറ്റ് പരീക്ഷ രണ്ടാമത് നടത്തി, സൈന്യത്തിൻ്റെ മേൽനോട്ടത്തിൽ നടത്തി, ഒരു പരാതിയില്ലാതെ അത് നടന്നു. അതോടെ ആ പ്രശ്നം അവിടെ തീർന്നു. പിന്നെയുള്ളത് CBSE പരീക്ഷയുടെ വാല്യുവേഷനിൽ വന്ന പ്രശ്നങ്ങൾ. അതിനും നടപടിയെടുത്തു, അതും പരിഹരിക്കപ്പെട്ടു. സമരത്തിൻ്റെ കോസ് ഇല്ലാണ്ടായി. അപ്പോൾ നിലനിൽക്കുന്ന, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം എടുത്തിട്ടല്ല ഈ പാറ്റയ്ക്ക് തലച്ചോറുണ്ടോ, ബുദ്ധിയുണ്ടോ? ഇവരെടുത്ത സമരത്തിൻ്റെ വിഷയം ചീഞ്ഞുപോയി, നശിച്ചുപോയി. ആ വിഷയം കഴിഞ്ഞു. പിന്നെ ആര് സമരത്തിന് വരാൻ? ഇവർ കരുതിയത് പരീക്ഷ രണ്ടാമത് നടക്കുമ്പോഴും ക്രമക്കേടുണ്ടാവും, പരീക്ഷാ ഫലത്തിനെതിരെ 10,000-കണക്കിന് കുട്ടികൾ രംഗത്തിറങ്ങും. കാരണം 10,000-കണക്കിന് കുട്ടികൾ രംഗത്തിറങ്ങത്തില്ലായിരുന്നു. കാരണം എന്നറിയോ? അവരുടെ പരീക്ഷയ്ക്ക് കുഴപ്പമുണ്ടായി, പരീക്ഷ മാറ്റിവെച്ചു, പുതിയ ഡേറ്റ് അനൗൺസ് ചെയ്തു. അപ്പോൾ പിള്ളേർ സമരം ചെയ്യാൻ പോവുക, അടുത്ത ഡേറ്റിന് പരീക്ഷ എഴുതാൻ പഠിക്കാൻ പോവുമോ? ഇതൊന്നും മനസ്സിലാക്കാൻ ഈ അമുൽ ബേബികൾക്ക് മനസ്സിലായില്ല. എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ മോദിയെ മറിച്ചിടാം, ജൻസി കുൻസി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി നടക്കും. ഈ രാഹുൽ അച്ചൻകായ ഇല്ലല്ലോ, അച്ചൻകായ എവിടെ പോയെന്ന് അറിയത്തില്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കുട്ടികളുമായി സംവദിക്കുന്ന ചില പരിപാടിയൊക്കെ പുള്ളി പ്ലാൻ ചെയ്തത്, അതൊക്കെ ക്യാൻസൽ ചെയ്ത്. ആളെ കാണാനില്ല, പോയി. അദ്ദേഹം പോയി റീചാർജ് ചെയ്യാൻ വേണ്ടി പോയി.
ഇപ്പോൾ തിരിച്ച് എനർജിയോടെ പുള്ളി തിരിച്ചു വരും. എന്നിട്ട് രാജസ്ഥാനിലെ പരിപാടി ഉണ്ടായിരുന്നു. ആദ്യത്തെ പരിപാടി രാജസ്ഥാനില. അതിൻ്റെ ഡേറ്റൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴോ വരും, വന്നാൽ നടത്തും എന്ന തരത്തിലാണ്. കാരണം നമുക്ക് ഫുൾ ടൈം പ്രതിപക്ഷ നേതാവില്ലല്ലോ, പാർട്ട് ടൈം ആണല്ലോ. പുള്ളിയുടെ മെയിൻ പരിപാടി പുറത്തു പോവുക. ജൂൺ 13-ാം തീയതി പോയതാണ്. ഒരു മാസത്തോളം ആളില്ല. വയനാട്ടിൽ കുറേ മനുഷ്യർ മരിച്ചു. പിങ്കി മോളെ കണ്ടിട്ടില്ല. രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഒരു വരവുണ്ട്. രണ്ടും കൂടെ വന്ന് പരസ്പരം അനിയനെ താലോലിച്ച് ചാക്കോ ചേട്ടൻ്റെ ഏത്തപ്പഴം തിന്ന് മത്തായിച്ചൻ്റെ കടക്കറിൻ്റെ ഉണ്ട വാങ്ങിച്ച് കഴിച്ച് ഒക്കെ ഒരു വരവുണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പഴംപൊരി തിന്നുന്നു, ഈ ഉണ്ടയ്ക്ക് എങ്ങനെയാണ് ഇത്ര മധുരം എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്ത വരും. എന്തൊരു പ്രഹസനമാണ്, എന്ത് പ്രഹസനമാണ് സജി വയനാട്ടുകാരുടെ ഒരു അവസ്ഥയെ. ഏതായാലും മൊത്തത്തിൽ കാര്യങ്ങൾ ആകെ ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. പാറ്റകളുടെ അഡ്രസ്സും പോയി. പാറ്റകൾ എന്ന് പറഞ്ഞാൽ ഡിനോസോറുകൾ ഉണ്ടായിരുന്നപ്പോഴും ഭൂമിയിലുണ്ടായിരുന്നതാണ്. അവരെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ വലിയ ഗജാഗടിയൻ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഗജാഗടിയൻ പ്രസംഗമൊക്കെ നടത്തിയ ചില ആളുകൾ ഇവിടെ ഒന്നിനെ കാണാനില്ല. നാറിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏതായാലും സോനം വാങ്ചുക് പട്ടിണി കിടന്ന് ചാകുമോ ഇല്ലയോ എന്നത് പാറ്റയുടെ പ്രശ്നമല്ല. പാറ്റ കുറേ കഴിയുമ്പോൾ പാറ്റയുടെ പണിക്ക് പോകും. ഇയാൾ വന്ന് എന്തിനാണ് 19 ദിവസം പട്ടിണി കിടന്നതെന്ന് ഇയാളുടെ ഭാര്യ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ. എന്തിനാടോ മനുഷ്യ, തനിക്ക് നല്ല അടി ഇവിടെ കിട്ടുമായിരുന്നല്ലോ, എന്നിട്ട് പോയത് അവിടെ പോയി ഇത് വാങ്ങണ്ട, ഈ അവസ്ഥയിൽ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ദിവസം വരും. ഏതായാലും പ്രിയപ്പെട്ടവരെ, പാറ്റാ സമരത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് കൈമാറിയത്. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും അത് ചെയ്യണേ.